നെക്സ്റ്റ് 2024 ഓഗസ്റ്റിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയാം ഒത്തിരി പേരൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേര് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവർക്കത് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. എക്സാം നമ്മൾ നെക്സ്റ്റ് വീക്കൊക്കെ അല്ലേ നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റിലൊക്കെ പറയണേ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്കും ഇത് വീണ്ടും ചെയ്യാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് നടക്കാം. 2024 ഓഗസ്റ്റിൽ നടന്ന പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പം 250 മാർക്കാണ്, 8 മണിക്കൂറാണ് സമയം. നോക്കി, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ എലിവേഷൻ ആൻഡ് പ്ലാൻ ഓഫ് ഓഡ് ആൻഡ് ഈവൻ കോഴ്സ് ഓഫ് 1 ബ്രിക്ക് തിക്ക് വാൾ ഇൻ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട്. കേട്ടോ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇംഗ്ലീഷ് ബോണ്ടോ ഫ്ലെമിഷ് ബോണ്ടോ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് മാത്രമേ വരാറുള്ളൂ. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ടും പഠിച്ചു പോകേണ്ട ഒരു ടോപ്പിക്കിൽ ഒന്നാണ് ഇത്. ഞാൻ ആ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടാണ്, അതിൻ്റെ 1 ബ്രിക്ക് തിക്ക് വാളാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ എലിവേഷൻ വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മളടുത്ത് ഓഡ് കോഴ്സ് ഈവൻ കോഴ്സും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം വരച്ചാൽ മതി കേട്ടോ. ഓവറാക്കി നിങ്ങൾ എലിവേഷൻ ഒന്നും വരച്ച് വെക്കരുത്, അതിന് മാർക്കൊന്നും കിട്ടില്ല. 60 മാർക്കാണ് ആ ക്വസ്റ്റ്യന്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡ്രോ ദ സെക്ഷണൽ എലിവേഷൻ ഓഫ് സ്പ്രെഡ് ഫൂട്ടിംഗ് ഫോർ എ വാൾ ഓഫ് 300 mm തിക്ക്. 300 mm തിക്നെസ് ഉള്ള ഒരു വാളിൻ്റെ സ്പ്രെഡ് ഫൂട്ടിംഗ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഡ്രോ ദ എലിവേഷൻ ഓഫ് സെമി സർക്കുലർ ആർച്ച് ഓഫ് സ്പാൻ 800 mm, ഡെപ്ത് 200 mm ആൻഡ് റൈസ് 400 mm ആൻഡ് ഓൾസോ മാർക്ക് ദ കമ്പോണൻറ്റ് പാർട്സ്. അതും 60 മാർക്കിനാണ് വന്നിട്ടുള്ളത്. 800 mm സ്പാനുള്ള സെമി സർക്കുലർ ആർച്ചാണ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളെ ടെക്സ്റ്റിലുള്ളത്, അതുകൊണ്ട് അതുതന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ സർവേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലെവലിങ്ങിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദ ഫോളോവിങ് കോൺസിക്യൂട്ടീവ് റീഡിങ്സ് വെർ ടേക്കൺ വിത്ത് എ ഡംപി ലെവൽ ഓൺ പോയിൻറ്റ് 1 to 7 എലോങ് എ ലൈൻ റീഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് റീഡിംഗ് വാസ് ടേക്കൺ ഓൺ എ ബെഞ്ച് മാർക്ക് ഓഫ് RL 100. ദ ഇൻസ്ട്രുമെൻറ്റ് വാസ് ഷിഫ്റ്റഡ് ആഫ്റ്റർ ദ ഫോർത്ത് റീഡിംഗ്. Rule out a page of level field book and find out the reduced levels of all points by rise and fall method. Apply the arithmetic check. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ആ ഫീൽഡ് ബുക്കിൻ്റെ പേജ് വരച്ച് ആ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 60 മാർക്കാണ്. ആൻഡ് ഫൈനലി വൈവ 10 മാർക്ക്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ വൈവ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ 10 ക്വസ്റ്റ്യൻ എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും അവർ ചോദിക്കാം. അതായത് നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിലും അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾ തിയറി പഠിച്ചതോ അല്ലെങ്കിൽ എക്സാമിന് വന്നതോ എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കിപ്പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണിത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഇമേജ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതലൊരു സോഴ്സ് നിങ്ങൾക്ക് തരാനില്ല. അപ്പോൾ അതിൻ്റെ ഓഡ് കോഴ്സ് കാണിച്ചിട്ടുണ്ട്. 1 ബ്രിക്ക് വാൾ ആണ് പറഞ്ഞിട്ടുള്ളത് ഡബിൾ ഫ്ലെമിഷ് ബോണ്ടിൽ. അപ്പോൾ 2 സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഫ്ലെമിഷ് ബോണ്ട് ആയിട്ട് കാണും. 1 ബ്രിക്ക് വാൾ എന്ന് പറയുമ്പോൾ 200 mm ആയിരിക്കും തിക്നെസ്. അപ്പോൾ അതിൻ്റെ ഓഡ് കോഴ്സും ഈവൻ കോഴ്സും കൃത്യമായിട്ട് വരയ്ക്കുക. നിങ്ങൾ അതിൻ്റെ വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്യുക. പിന്നെ ക്യൂൻ ക്ലോസർ ആണ് അതിൽ എക്സ്ട്രാ ഉള്ള ഒരു എലമെന്റ്, അതും കൂടെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് അതിന് കിട്ടുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, 300 mm തിക്നെസ് ഉള്ള ഒരു വാളിന്റെ സ്പ്രെഡ് ഫൂട്ടിംഗ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ ക്വസ്റ്റ്യനിൽ 300 mm വാളിന്റെ തിക്നെസ് മാത്രമേ തന്നിട്ടുള്ളൂ. സംഭവം ഈ സാധനമാണ് വന്നിട്ടുള്ളത്. പക്ഷെ ബാക്കി വാല്യൂസ് ഒക്കെ നമുക്കൊരു ധാരണ ഉണ്ടായാൽ മാത്രമേ ഇത് എക്സാമിന് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിങ്ങനെ സ്റ്റെപ്പഡ് ആയിട്ട് പോകാന്നുള്ളതായിരിക്കുമല്ലോ. സ്പ്രെഡ് ചെയ്താണ് ലോഡ് പോകുന്നത്. അപ്പൊ വാളിന്റെ തിക്നെസ് ആണ് 300, തൊട്ട് താഴെ 400, 500, 600 ആൻഡ് ഏറ്റവും താഴെ 900 ഒരു കോൺക്രീറ്റ് ബേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഡെപ്ത്, കോൺക്രീറ്റിന്റെ ഡെപ്ത് 300 ബാക്കിയെല്ലാം 200 ആണ്. അപ്പൊ ഇത് നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളടുത്ത് 300 mm വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാളിനുള്ള ഒരു സ്പ്രെഡ് ഫൂട്ടിംഗ് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആകെ 300 mm ആ വാളിന്റെ ഡെപ്ത് മാത്രമേ തിക്നെസ് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി റീഡിങ്സ് ഒക്കെ നമ്മൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് അസ്യൂം ചെയ്തെടുക്കണം. അപ്പൊ ഇവിടെ 300, ഇവിടെ 400, 500, 600, 900 ആണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പുകളൊക്കെയാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ആ ഓഫ്സെറ്റുകൾ എത്രയാന്നുള്ളത് ഇവിടെ 150 എന്ന് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമ്മുടെ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ അതില്ലെങ്കിലും നമ്മൾ ഇതിലത് പഠിച്ചിട്ടുണ്ട്. അപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാ വരാം, ബാക്കി വാല്യൂസ് ഒക്കെ നമ്മൾ അസ്യൂം ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് വരച്ച് കാണിച്ചു തരാം. നമുക്കൊന്ന് വരച്ചു നോക്കാം. ഡ്രോയിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങളടുത്ത്, മാക്സിമം അത് നമ്മൾ വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് കിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മൾ സ്കെയിൽ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടായിരിക്കും. നമുക്ക് 300 എല്ലാം mm തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് 1:10 തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്തു നോക്കാം. 300നെ 1:10 ചെയ്യുമ്പോൾ നമ്മൾ 300നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം?
10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 30 ആയിരിക്കും കിട്ടുന്നത്. എല്ലാവർക്കും അറിയാലോ, സ്കെയിൽ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളത് എടുത്ത് നോക്കണം കേട്ടോ. 1:10 ആണ് ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 400 ചെയ്യുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? 400 ഡിവൈഡഡ് ബൈ 10 നമുക്കത് 40 എന്ന് വരും. അങ്ങനെ എല്ലാ അളവുകളും നമ്മൾ 10 സ്കെയിൽ ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും താഴെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ അതിന്റെ കോൺക്രീറ്റ് ബേസ് ആണ്. കോൺക്രീറ്റ് ബേസിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 900 ആണ്. അപ്പൊ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. സോറി, 9 സെന്റിമീറ്റർ, 90 എന്ന് കിട്ടും. അപ്പൊ ഞാൻ അതിൽ വരച്ചു കൊടുക്കുന്നുണ്ട് 90 അതിന്റെ ഹൈറ്റ് പറയുന്നത് 300 ആണ്. അപ്പൊ നമ്മളത് സ്കെയിൽ ചെയ്യുമ്പോൾ 30 എന്ന് വരും, അതായത് 3 സെന്റിമീറ്റർ. അപ്പൊ അത് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഡ്രാഫ്റ്റർ ഒക്കെ വെച്ച് വരയ്ക്കുമ്പോൾ ഇത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വരയ്ക്കുവാണേ. അപ്പൊ അതെ, നമ്മൾ കോൺക്രീറ്റ് ബേസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെവൽ പറയുന്നത് നമ്മൾ 600 എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ ഓപ്സെറ്റ് എത്ര കൊടുക്കണം എന്നുള്ളത്, അതായത് ഇത് എത്ര ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ അടുത്ത ലെയർ വരയ്ക്കേണ്ടത് എന്നുള്ളത് ഓപ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് 150 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ക്വസ്റ്റ്യനിലുള്ള നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഓപ്സെറ്റ് ഓഫ് കോൺക്രീറ്റ് 150 ആണ്. അപ്പൊ അത് നമ്മൾ ആ ഗ്യാപ്പ് വിടണം കേട്ടോ. 150 നമ്മൾ 10 സ്കെയിൽ ചെയ്യുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? ഒരു സൈഡിൽ നിന്ന്, രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഒരു 1.5 സെന്റിമീറ്റർ, 15 വീതം നമ്മൾ വിടുക കേട്ടോ. അപ്പൊ ഇത് കിട്ടിയിരിക്കും. ഇനി അതിന്റെ ഡെപ്ത് 200 ആണ്. അപ്പൊ അതിനെ നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ അത് 2 സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ ആ 2 സെന്റിമീറ്ററിൽ ഇത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ ലെയർ ഓഫ് ഫൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത ലെവലും അതുപോലെ തന്നെയാണ്. നെക്സ്റ്റ് ഓപ്സെറ്റ് പറയുന്നത് 50 ആണ് കേട്ടോ. കണ്ടോ, ഇവിടെ 150 പറഞ്ഞത്, അടുത്തത് 50 ആണ്. അതായത് നമ്മളെ ഇവിടുത്തെ ഓപ്സെറ്റ്, ഈ ഓപ്സെറ്റ് ആണ് നമ്മളിപ്പോ 150 എടുത്തത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിന്റെ ഈ ഒരു ഓപ്സെറ്റ് ഉണ്ടോ നിങ്ങൾ, ഈ ഒരു സ്പേസിങ്, അതാണ് അവര് 50 എന്ന് പറയുന്നത്. അപ്പൊ ആ 50 വെച്ചിട്ട് നമുക്കൊന്ന് അടുത്ത ഓപ്സെറ്റ് വരച്ചു നോക്കാം. 50 എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടായിരിക്കണം? നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ 50 സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് 5 വരുന്നത്, അതായത് 0.5. രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ 0.5 ഇട്ടിട്ടാണ് അടുത്ത ലെയർ വരയ്ക്കുന്നത്. അതിന്റെ ഡെപ്തും 200 തന്നെയാ. അപ്പൊ നമ്മൾ 200 എടുത്തിട്ട് മേലോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി ഉള്ളത്തെ ലൈൻസ് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ലാസ്റ്റ് മായ്ച്ചു കളയാം കേട്ടോ. അതിന്റെ അടുത്ത ലെയറും നമുക്ക് 50 തന്നെയാണ് ഓഫ്സെറ്റ് വരുന്നത്. അപ്പൊ എഗെയിൻ ഇവിടുന്ന് നമ്മൾ വീണ്ടും 0.5 ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ലെയറും 200 നമ്മൾ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെ, ഇത് കണ്ടോ, ഇതാണ് അടുത്ത ലെയർ. ആൻഡ് അടുത്ത ലെയർ ഇനി വോളാണ് ഡയറക്റ്റ്. അപ്പൊ വോളിനും 50 തന്നെയാണ് അവർ ഓപ്പോസിറ്റ് പറയുന്നത്. അപ്പൊ അവിടെ നമ്മളൊരു 5 വീതം ഇട്ട് കൊടുത്തിട്ട്, വോളിന്റെ ഹൈറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ബാക്കി ഓട്ടോമാറ്റിക്കലി ഇവിടെ 3 ഉണ്ടായിരിക്കും, നമ്മൾ 3 ആണല്ലോ വോള് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഹൈറ്റ് പിന്നെ നമുക്ക് എത്രയും വോൾ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് മേലോട്ട് നീട്ടി വരച്ചാലും അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എൻഡിൽ നിങ്ങൾ വരയ്ക്കുമ്പം എന്ത് സിമ്പിൾ കൊടുക്കണം? നമ്മുടെ കട്ടിങ് സിമ്പിൾ ഇല്ലേ, അത് കൊടുക്കണം കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട്, അതായത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വോളൊക്കെ ഹാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തുള്ള ഈ പോർഷൻ ഇല്ലാണ്ടാണ് ടെക്സ്റ്റ് ഇമേജ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മായ്ച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ വരെ താഴെയുള്ളത് അവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മളെ അടുത്തത് ബ്രിക്ക് ആണ്. താഴെയുള്ളത് എന്താ? കോൺക്രീറ്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ കോൺക്രീറ്റിന്റെ സിമ്പിൾ എല്ലാവർക്കും അറിയാലോ. അതെ, ഇങ്ങനെ കുറച്ച് ട്രയാങ്കിൾസും കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും ആയിട്ട് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തില് മാർക്ക് ചെയ്തിട്ടത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് ഇവിടെ എല്ലാം ബ്രിക്ക് ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഹാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഡബിൾ ലൈൻ ആയിട്ട് ഇങ്ങനെ ഹാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബ്രിക്കിന്റെ സിമ്പിൾ ആയിട്ട് മാറും. നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതിലും പെർഫെക്റ്റ് ഒക്കെ ആയിരിക്കണം കേട്ടോ ഇമേജ്. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വരയാണ്. ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ പെർഫെക്ഷൻ കുറവുകളും ഉണ്ടായിരിക്കും. ഇനി ഇതിനകത്ത് നമുക്ക് ഇതിന്റെ അളവുകൾ മാർക്ക് ചെയ്യാം. ഒന്നില്ലെങ്കിൽ അകത്ത് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് മാർക്ക് ചെയ്യാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പുറത്താണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതിന്റെ അളവ്
300 എഴുതി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നിന്റെ അളവുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബേസ് നമുക്ക് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കാം, പ്രശ്നമില്ല. ഡയമെൻഷന്റെ റൂൾസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. ആരോടെ സൈസ് 3:1 ഒക്കെ ഉള്ള സാധനമൊക്കെ നിങ്ങൾ 1:3 എന്നുള്ള സാധനമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണേ. എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും സ്കെയിൽ ചെയ്ത് വെച്ച് അളവ് എഴുതരുത് കേട്ടോ. നമ്മളെപ്പോഴും എഴുതി കൊടുക്കേണ്ടത് അതിന്റെ ഒറിജിനൽ അളവായിരിക്കണം. അപ്പൊ ഇതിന്റെ അളവ് വന്നിരിക്കുന്നത് 600 ആണ്. ആൻഡ് ഇവിടെയുള്ള അളവ് വന്നിരിക്കുന്നത് 500 ആണ്. ആൻഡ് ഇവിടെയുള്ള അളവ് വന്നിരിക്കുന്നത് 400 ആണ്. നമ്മുടെ വോള് 300 ആണ്. ഇനി ഇതിന്റെ ഭാഗങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇത് നമ്മുടെ വോളാണ്. പിന്നെ ഇവിടെ ഓഫ്സെറ്റുകൾ ഇല്ലേ, ഓഫ്സെറ്റുകൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇവിടെ എക്സ്ട്രാ ഇങ്ങനെ ഒരു ഡയമെൻഷൻ ലൈൻ വരച്ചിട്ട് ഇവിടെ 150 എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാ വാല്യൂസും കൺവേ ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സ്പ്രെഡ് ഫൂട്ടിംഗ് ഫോർ എ വാൾ എന്ന് പറയുന്ന ആള്. ഇതിന്റെ കൂടെ ഞാൻ നല്ലൊരു ഇമേജും കൂടെ ആഡ് ചെയ്യാം കേട്ടോ, ഡ്രോയിങ് ഷീറ്റിൽ വരച്ചിട്ടുള്ള. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഒന്നും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണിത്. ഇതും കൂടെ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഹാച്ചിങ്ങും ലെറ്ററിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. എന്റെ ഒരു സ്റ്റുഡന്റ് വരച്ചിട്ടുള്ള ഇമേജ് ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഏറ്റവും നീറ്റ് ആയിട്ട് ലെറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അവരതിന് ഫുൾ മാർക്ക് തരത്തുള്ളൂ. അപ്പൊ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഒരു റിയൽ ഇമേജും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ സെമി സർക്കുലർ ആർച്ചിന്റെ ഡ്രോയിങ് ആണ്. അപ്പൊ ഈ ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. 800 mm സ്പാന്, അതിന്റെ റൈസ് 400 ആണ്, ഡെപ്ത് 200 ആണ്, പിന്നെ വൗസിയസിന്റെ ഒക്കെ വിടുത്ത് 100 mm ആണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടില്ലെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അസ്യൂം ചെയ്തിട്ട് എടുക്കണം. സെയിം ആർച്ച് വരയ്ക്കുന്ന വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയാത്തവർ അത് പോയി നോക്കണം. ഒരു മാറ്റമില്ല, അതേ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇനി അതിൽ എക്സ്ട്രാ അവർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പാർട്സ് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ എക്സ്ട്രാ ഡോസ്, ഇൻട്രാഡോസ്, അതിന്റെ സോഫിറ്റ്, നിങ്ങളെ തിയറിയുടെ ടെക്സ്റ്റിലുണ്ട് ആർച്ചിന്റെ പാർട്സ് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇമേജ്. അത് വെച്ചിട്ട് ബേസിക് ആയിട്ട് കുറച്ച് കമ്പോണൻസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന അത്രയും ആ ഫിഗർ വൃത്തികേടാക്കാത്ത രീതിയിൽ നല്ല അറേഞ്ച് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ചുറ്റുമുള്ള ചുമരും കാര്യങ്ങളൊക്കെ വരയ്ക്കണം എന്നുള്ളത് കുറെ പേർക്ക് ഡൗട്ടാണ്. അതൊന്നും വരച്ചിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമല്ല. അതെല്ലാം അതിനെ അഡീഷണലി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഭംഗി കൂട്ടാനുള്ള സാധനങ്ങളാണ്. സമയം ഉണ്ടെങ്കിൽ അതൊക്കെ വരയ്ക്കുക, അല്ലെങ്കിൽ ഇത്രയും ബേസിക് ആർച്ച് വരച്ച് പാർട്സ് മാർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, എങ്കിലും ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മുടെ സർവേന്ന് പ്രോബ്ലം, നമ്മുടെ ലെവലിംഗിലുള്ള റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സർവേന്ന് മിക്കവാറും ഇത്തരത്തിൽ പ്രോബ്ലംസ് ആണ് വരാറുള്ളത്. വളരെ റെയർ ആയിട്ട് മാത്രമേ പ്രാക്ടിക്കലി നമ്മൾ ഫീൽഡിൽ പോയി ചെയ്തതിന് ശേഷമൊക്കെ ചെയ്യാനുള്ള സാധനം വന്ന് കണ്ടിട്ടുള്ളൂ. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ റൈസ് ആൻഡ് ഫോൾ മെത്തേഡും HI മെത്തേഡും പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാന്. അപ്പൊ ഇതിൽ നമ്മുടെ റീഡിങ്സ് എല്ലാം തന്നിട്ടുണ്ട്. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നും അവർ സ്പെസിഫിക്കലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അരിത്തമെറ്റിക് ചെക്ക് ചെയ്യണം. പിന്നെ ഫോർത്ത് റീഡിങ്ങിന് ശേഷമാണ് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒറ്റ ഷിഫ്റ്റിംഗ് പോയിന്റേ ഉള്ളൂ. ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഒന്നിൽ കൂടുതൽ കാണാറുണ്ട്. അപ്പൊ ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ ഫീൽഡ് ബുക്ക് റൂൾ ഔട്ട് ചെയ്തിട്ട്, അതായത് ആ ഫീൽഡ് ബുക്ക് പേജ് നമ്മൾ വരച്ചതിന് ശേഷം വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. കാൽക്കുലേഷൻസ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് സെപ്പറേറ്റ് എഴുതി തന്നെ കാണിക്കണം. എങ്കിലേ ഈ 60 മാർക്ക് അവർ ഇട്ട് തരുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതുപോലുള്ള ഒരു ഫീൽഡ് ബുക്കിന്റെ പേജ് വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് എക്സാമിന് ഫസ്റ്റ് അവർ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടാവുക, ഇത്തരത്തിലുള്ള ഒരു ഫീൽഡ് ബുക്കിന്റെ പേജ് വരച്ചതിന് ശേഷം അതിലേക്ക് റീഡിങ്സ് എടുത്തെഴുതുക എന്നുള്ളതാണ്. അതിന് തന്നെ ഒരു പെർട്ടിക്കുലർ മാർക്ക് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു 10 മാർക്കോ അല്ലെങ്കിൽ ഒരു 15 മാർക്കോ ഒക്കെ നമ്മളിങ്ങനെ ഈ ഫീൽഡ് ബുക്കിന്റെ പേജ് വരച്ച് തന്നിരിക്കുന്ന റീഡിങ്സ് അതിലേക്ക് എടുത്തെഴുതുന്നതിന് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം റൈസ് ആൻഡ് ഫോൾ മെത്തേഡിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ടാബുലാർ കോൾ ആണ് ഞാൻ ഇവിടെ ഓൾറെഡി വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഹെഡിങ്സ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റേഷൻ, ഏത് സ്റ്റേഷൻ ആണെന്നുള്ളതാണ്. ഇവിടെ സ്റ്റേഷൻ നമ്പർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ആൻഡ് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം ബാക്ക് സൈറ്റ് കൊടുക്കണം, പിന്നെ ഇന്റർമീഡിയറ്റ് സൈറ്റ് കൊടുക്കണം, അതിനുശേഷം ഫോർ സൈറ്റ് കൊടുക്കണം. പിന്നെ നമ്മളടുത്ത് റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ആയതുകൊണ്ട് ഇവിടെ റൈസ് ആൻഡ് നെക്സ്റ്റ് കോളം ഫോള്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്? എല്ലാത്തിന്റെയും റെഡ്യൂസ്ഡ് ലെവലുകൾ കണ്ടെത്താനാണ്. അപ്പൊ ഇവിടെ നമ്മൾ RL എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ഇവിടെ നമ്മൾ അതിന്റെ റിമാർക്സ് കോളം ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. റിമാർക്സ് കോളം. ഓക്കെ,
അപ്പൊ ഇനി ഇതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന റീഡിങ്സ് ഒക്കെ ഇതിലോട്ടൊന്ന് തിരിച്ച് എഴുതി കൊടുക്കാം. അതായത് അതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതായത് ഇത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ തെറ്റിപ്പോകും. അപ്പൊ തന്നിരിക്കുന്ന റീഡിങ്സ് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കോളം ഒന്നും മാറിപ്പോവാണ്ട് തെറ്റാണ്ട് എഴുതി കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേഷന്റെ റീഡിംഗ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുത്തു, 1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ തന്നിരിക്കുന്ന റീഡിങ്സിൽ ആദ്യത്തെ റീഡിംഗ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്, നമ്മുടെ ബാക്ക് സൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ആ റീഡിങ്സ് ഞാൻ ഇവിടെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 റീഡിങ്ങുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ഈ റീഡിങ്സ് ആണ് ഈ ഓർഡറിൽ തന്നെ ഒന്ന് നോക്കണം കേട്ടോ, അല്ലാണ്ട് മാറിപ്പോകരുത്. ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ അത് ഓരോന്നും ഇതിലോട്ട് എടുത്ത് എഴുതാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, എപ്പോഴും തന്നിരിക്കുന്ന ഫസ്റ്റ് റീഡിങ് നമ്മൾ എഴുതാൻ പോകുന്നത് ബാക്ക് സൈഡ് കോളത്തിലായിരിക്കും. അപ്പൊ ആ ബാക്ക് സൈഡ് കോളത്തിലോട്ട് 0.785 എന്ന് പറഞ്ഞ റീഡിങ് ഞാനിവിടെ എഴുതി കൊടുക്കാണ്. 0.785 മീറ്റർ ആണ് ബാക്ക് സൈഡ് റീഡിങ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇടയ്ക്കുള്ള റീഡിങ്സ് എല്ലാം നമ്മൾ ഇന്റർമീഡിയറ്റ് സൈറ്റ് ആണ് എടുക്കാറ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ 4th റീഡിങ്ങിന് ശേഷം നമ്മൾ ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ചെയ്തു എന്നാണ്. അപ്പൊ ഇതാണല്ലോ നമ്മുടെ 4th റീഡിങ്. അപ്പൊ ഇയാൾക്ക് ശേഷം നമ്മൾ ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ചെയ്തു എന്നാണ്. അതായത് ഇയാളുടെ റീഡിങ്ങും കൂടെ എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ചെയ്യുക. ആ കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഇതിന്റെ ഇടയ്ക്കുള്ള 2 ആൾക്കാർ ആരായിട്ട് വരും, ഇന്റർമീഡിയറ്റ് സൈറ്റ് ആയിട്ട് വരും. അത് ഞാൻ ഇതിന്റെ നേരെ ഇവിടെ എഴുതരുത്, തൊട്ട് താഴത്തെ കോളത്തിലാണ് നമ്മൾ എഴുതുക. 1.326 ആൻഡ് 2.538 ഇത് 2 പേരുമാണ് ഇന്റർമീഡിയറ്റ് സൈറ്റുകളായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി 4th റീഡിങ്ങിന് ശേഷം നമ്മൾ ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പം ഒരു സെറ്റപ്പില് ഇൻസ്ട്രുമെന്റ് നമ്മൾ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് വെച്ചു. ഇതാണല്ലോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ. അവിടെ നിന്ന് കുറച്ച് അണ്ടുലേഷൻസിൽ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് റീഡിങ് ബാക്ക് സൈറ്റ് എടുത്തു, പിന്നെ അടുത്തൊരു ഇന്റർമീഡിയറ്റ് സൈറ്റ് എടുത്തു, എഗെയിൻ ഒരു ഇന്റർമീഡിയറ്റ് സൈറ്റ് എടുത്തു, ആൻഡ് നെക്സ്റ്റ് ഒരു റീഡിങ് ലാസ്റ്റ്. ഈ സെറ്റപ്പിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് എടുക്കുന്ന റീഡിംഗ് ആണ് ഇത്, അല്ലെ? അപ്പം ഇതിന് നമ്മൾ എവിടെ എഴുതുക, നമ്മുടെ ഫോർസൈറ്റിന്റെ കോളത്തിലായിട്ട് എഴുതുക. ഇതാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് റീഡിംഗ് ബാക്ക് സൈറ്റിൽ എഴുതി, ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ് ISല്, തേർഡ് പോയിന്റ് ISല്, 4th പോയിന്റ് നമ്മൾ എഴുതാൻ പോകുന്നത് FSന്റെ കോളത്തിലായിരിക്കും. അതെന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? 4th റീഡിങ്ങിന് ശേഷം ഇൻസ്ട്രുമെന്റ് ചേഞ്ച് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ 4th റീഡിംഗ് നമ്മൾ എവിടെ എഴുതണം, ഫോർസൈറ്റിന്റെ കോളത്തിൽ എഴുതണം. ഞാനിത് ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. 3.435 മീറ്റർ ഇവിടെ എഴുതി ആണല്ലോ. അപ്പൊ ഇത് നമ്മുടെ 2ാമത്തെ സ്റ്റേഷൻ, 3ാമത്തത്, ആൻഡ് ദെൻ 4ാമത്തെ സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മള് ഇത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ 4th റീഡിങ്. അതിലേക്ക് നോക്കിയതിന് ശേഷം ഇൻസ്ട്രുമെന്റ് നേരെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ പിന്നീട് ഫസ്റ്റ് നോക്കേണ്ടത് എങ്ങോട്ടേക്കാ, ഈ ഫോർസൈറ്റിലോട്ടാണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റപ്പിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് നോക്കിയ റീഡിങ് ഇതിലോട്ടല്ലേ, ഈ പോയിന്റിലോട്ടാണ് നമ്മൾ ലാസ്റ്റ് റീഡിങ് നോക്കിയത്. അപ്പൊ അതിലോട്ട് തന്നെ എന്ത് ചെയ്യണം, ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നോക്കണം. ഇവിടെ കിട്ടുന്ന ഫസ്റ്റ് റീഡിംഗ് ആണ്. അപ്പൊ ഇതിവിടെ എന്തായിരിക്കും, ബാക്ക് സൈറ്റ് ആയിരിക്കും. ഇത് ഈ സെറ്റപ്പിൽ നിന്ന് ലാസ്റ്റ് നോക്കി, അതുകൊണ്ട് അത് ഫോർസൈറ്റ് ആയി. ഈ സെറ്റപ്പിൽ നിന്ന് അത് ഫസ്റ്റ് നോക്കി, അതുകൊണ്ട് ഇത് ബാക്ക് സൈറ്റ് ആയി. നമ്മുടെ ബാക്ക് സൈറ്റും ഫോർസൈറ്റും കൂടെ വരുന്ന നമ്മുടെ പോയിന്റിനെയാണ് നമ്മൾ ചേഞ്ച് പോയിന്റ് എന്ന് പറയാറുള്ളത്. അത് നമ്മളിവിടെ റിമാർക്സിൽ എഴുതി കൊടുക്കണം. CP ചേഞ്ച് പോയിന്റ് കേട്ടോ, അത് അവിടെ എഴുതി കൊടുക്കണേ, മറക്കാണ്ട് എഴുതണം കേട്ടോ. അപ്പൊ ഇനി ഇവിടെ കിട്ടിയ റീഡിംഗ് എന്തായിരിക്കും, ബാക്ക് സൈഡ് റീഡിംഗ്. അതായത് നെക്സ്റ്റ് റീഡിംഗ്, തൊട്ടടുത്തുള്ള റീഡിംഗ് നമ്മൾ എന്തായിട്ടാണ് എടുക്കുക, ബാക്ക് സൈഡ് റീഡിംഗ് ആയിട്ടാണ് എടുക്കുക. അത് നമ്മൾ ഇതിന് തൊട്ട് ബാക്കിൽ തന്നെ എഴുതണം. കാരണം ഇതെല്ലാം ഒരു പോയിന്റാ, അല്ലെ? ഈ ഒരു സെയിം പോയിന്റിലോട്ടാണ് നമ്മൾ ഇവിടെ നിന്നും ലാസ്റ്റ് നോക്കിയത്, ഇവിടെ നിന്ന് ഫസ്റ്റ് നോക്കിയത്. അപ്പൊ ഇതൊരൊറ്റ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ തന്നെ നമ്മൾ എഴുതണം. അപ്പൊ അവിടുത്തെ റീഡിംഗ് 1.367 ഞാൻ ഇവിടെ എഴുതി. ഇവിടെ 4ാമത്തെ പോയിന്റ് ആണ്. ഇനി 5ാമത്തെ സ്റ്റേഷൻ. തൊട്ടടുത്ത റീഡിംഗ് നമ്മൾ എന്തായിട്ട് എഴുതും, IS ആയിട്ട് എഴുതും. അപ്പം 2.328 വന്നു. അടുത്ത പോയിന്റ് 1.234 വന്നു. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഇത്, അല്ലെ? ഇത് നമ്മൾ IS ആക്കി എടുത്തു, ഇത് നമ്മൾ IS ആക്കി എടുത്തു. ഇനി ഒരു ഷിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ്. അപ്പൊ ഇതിനെ നമ്മൾ എവിടെ എഴുതണം, നമ്മൾ ഫോർസൈറ്റ് റീഡിംഗ് കോളത്തിൽ എഴുതണം. അപ്പൊ 1.657 ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന റീഡിങ്സ് എല്ലാം കൃത്യമായിട്ട് എടുത്തെഴുതുക എന്നുള്ളതാണ്. ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിലൊരു ചേഞ്ച് പോയിന്റ് ഉണ്ടായിരിക്കും. ഒന്നോ അതിൽ കൂടുതലോ ചേഞ്ച് പോയിന്റുകൾ ഉണ്ടായിരിക്കും. ഇതിലിപ്പോ ഒറ്റ ചേഞ്ച് പോയിന്റേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയണം, അവിടെ ശ്രദ്ധിക്കേണ്ടത് ആഫ്റ്റർ ഫോർത്ത് റീഡിങ്ങിന് ശേഷം, അതായത് 4th റീഡിങ്ങിന് ശേഷം ഷിഫ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞതെങ്കിൽ ആ 4th റീഡിങ് നമ്മൾ എവിടെ എഴുതണം, FSന്റെ കോളത്തിൽ എഴുതണം.
തൊട്ടടുത്തുള്ള ഫസ്റ്റ് പോയിന്റ് നമ്മൾ എവിടെ എഴുതണം? അതിന്റെ തൊട്ട് നേരെ ബാക്ക് സൈഡ് കോളത്തിൽ എഴുതണം. ബാക്കി രണ്ടുപേരും ഇന്റർമീഡിയറ്റ് സൈറ്റ് ആയി ആൻഡ് ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഫോർ സൈറ്റിൽ എഴുതി. ഇതാണ് ബേസിക് സാധനം. ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസും എല്ലാം തെറ്റിപ്പോട്ടോ. അപ്പൊ ഇത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് ബെഞ്ച് മാർക്കിന്റെ RL എന്ന് പറയുന്നത് 100.00 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ബെഞ്ച് മാർക്ക് ആണ് എന്നുള്ള കാര്യം നമ്മൾ റിമാർക്സിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു 10-15 മാർക്കൊക്കെ ഇതിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി ബാക്കിയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസിനെ വെച്ചിട്ടാണ്. ഇത് റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ റൈസും കാണണം ഫോളും കാണണം, എന്നിട്ട് വേണം അരിത്തമെറ്റിക് ചെക്ക് ഒക്കെ ചെയ്തിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? റൈസും ഫോളും കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സെയിം പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത് ഈ സെയിം വാല്യൂസ് അല്ലെങ്കിലും ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്താന്ന് വെച്ചാൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് കേട്ടോ. ഇത് 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫസ്റ്റ് റൈസ് കണ്ടെത്താം. ഇതാണല്ലോ നമ്മളെ ഫസ്റ്റ് പോയിന്റുകൾ. ഇനി റൈസും ഫോളും നമ്മൾ എങ്ങനെ കണ്ടെത്താൻ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? തൊട്ടടുത്തുള്ള റീഡിങ്സ് തമ്മിൽ കുറച്ച് നോക്കുക. അപ്പം ഫസ്റ്റ് ഇവരെ രണ്ടുപേരും കുറയ്ക്കുക. 0.785 മൈനസ് 1.326. അതാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് ഡിഫറൻസ് ഇൻ ലെവൽസ്. അതാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അതാണ് നമ്മൾ കണ്ടെത്തുന്നത് റൈസ് ആൻഡ് ഫോൾ എന്ന് പറയുന്ന ആൾക്കാരെ. അതായത് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, ആ ലെവലിലുള്ള ഡിഫറൻസ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഫോർ സ്റ്റേഷൻ 2 മുതലാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. അതായത് ഈ പോയിന്റിലേക്കുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് റീഡിംഗ് നിന്ന് ഈ സെക്കൻഡ് റീഡിംഗ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം 0.785 മൈനസ് 1.326 ഇവർ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റീഡിങ് മൈനസ് 0.541 എന്നുള്ളതാണ് കേട്ടോ. നെഗറ്റീവ് അല്ലേ? ചെറിയ സംഖ്യ നമ്മൾ വലിയ സംഖ്യ കുറയ്ക്കുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവ് വന്നത് നിങ്ങൾക്ക് അറിയാം. നെഗറ്റീവ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് എടുക്കണം? ഫോളിന്റെ കോളത്തിലാണ് എഴുതേണ്ടത്. ഇനി പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അത് എവിടെ എഴുതണം? റൈസിന്റെ കോളത്തിലാണ് എഴുതേണ്ടത്. ഈ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. റീഡിങ്സ് തമ്മിൽ കുറയ്ക്കുമ്പോൾ നിർബന്ധമായിട്ടും അടുത്തടുത്തുള്ള റീഡിങ്സ് ഈ റീഡിംഗ് തന്നെ കുറയ്ക്കണം. നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഈ രണ്ട് റീഡിങ്സ് തമ്മിലുള്ളതായതുകൊണ്ടാണ് ഞാൻ ഡിഫറൻസ് ഇൻ ലെവൽസ് 2 എന്ന് എഴുതിയത് കേട്ടോ. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് മൈനസ് 0.541 കിട്ടിയത്. അപ്പൊ മൈനസ് കിട്ടിയാൽ നമ്മളത് എവിടെ എഴുതണം? നമ്മളത് ഫോളിന്റെ കോളത്തിൽ എഴുതണം. അപ്പൊ നമുക്ക് ആ റീഡിങ് ഇവിടെ എഴുതി കൊടുക്കാം. ഫോളിന്റെ ഇവര് തമ്മിൽ കുറച്ചു. അപ്പൊ കിട്ടിയ റീഡിങ് ഇവിടെയാണ് എഴുതേണ്ടത്. ഇവിടെ എഴുതി പോയിട്ട് മാറരുത് കേട്ടോ. അപ്പൊ 0.541. ഇനി ഇതിന്റെ കൂടെ എക്സ്ട്രാ നെഗറ്റീവ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ നെഗറ്റീവ് ആയിട്ട് കിട്ടുന്ന വാല്യൂസ് ആണ് ഇവിടെ എഴുതുന്നത്, ഫോളിന്റെ കോളത്തിൽ എഴുതുന്നത്. അതുകൊണ്ട് പിന്നെ അത് എക്സ്ട്രാ ഇവിടെ ഒരു മൈനസ് ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത രണ്ട് റീഡിങ്സ് ഇവർ തമ്മിൽ കുറയ്ക്കാം കേട്ടോ. ഈ 1.326ഉം ഈ 2.538ഉം കുറച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഫോർ സ്റ്റേഷൻ 3 ആണല്ലോ നമ്മൾ കാണുന്നത്. ആരൊക്കെ തമ്മിൽ കുറയ്ക്കണം? 1.326 മൈനസ് 2.538 ഇവരെ തമ്മിൽ കുറയ്ക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എഗെയിൻ മൈനസ് 1.212 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ ഇതും എന്താ നമുക്ക് കിട്ടിയത്? നെഗറ്റീവ് വാല്യൂ ആണ്. എഗെയിൻ ഇത് നമ്മൾ എവിടെ എഴുതണം? ഇവര് തമ്മിൽ കുറച്ച് കിട്ടിയ ആൻസർ നമ്മൾ ഇവിടെ എഴുതാൻ പോവാണ്. 1.212 നെഗറ്റീവ് ആയതുകൊണ്ട് ഫോളിന്റെ കോളത്തിൽ തന്നെ നമ്മൾ എഴുതും. ഇനി അടുത്തത് ശ്രദ്ധിക്കണം, നിങ്ങൾ കുറയ്ക്കേണ്ടത് ഇവര് തമ്മിലാണ് കേട്ടോ. ഈ റീഡിങ്ങും തമ്മിലാണ് കുറയ്ക്കേണ്ടത്. ഫോർ സ്റ്റേഷൻ 4 വേണ്ടിയിട്ടാണ്. ഫോർ സ്റ്റേഷൻ 4 റീഡിങ്സ് എന്ന് പറയുന്നത് 2.538 മൈനസ് 3.435 ഇവരെ തമ്മിലാണ് കുറയ്ക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൈനസ് 0.897 ആണ്. ഇത് എന്തെല്ലാം നമ്മൾ എഴുതേണ്ടത്? ഫോൾ. ഇവിടെ ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കണേ ഫോൾ ആണെന്നുള്ളത്. ഇവിടെ നമ്മൾ അത് എഴുതി കൊടുക്കുന്നുണ്ട്. ഫോളിന് ഈ കാൽക്കുലേഷൻസ് ഒക്കെ ഇതുപോലെ തന്നെ എഴുതി കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് മാർക്ക് അവർ ഇട്ട് തരുള്ളൂ. ആൻഡ് ഇതിന് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. മൈനസ് ആണല്ലോ കിട്ടിയത്. അപ്പൊ ഇവിടെ തന്നെ വരും എഗെയിൻ നമ്മുടെ ഫോളിന്റെ കോളത്തിലാണ് വരുന്നത്. 0.897 എന്ന് വരും. 0.897 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. ഇനി അടുത്ത ആൾക്കാർ തമ്മിൽ കുറയ്ക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം,
ഇനി ഈ ഒരു സെറ്റ് ഓഫ് റീഡിങ്സ് തീർന്നു. ഇതാണല്ലോ നമ്മൾ ഒരു ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിൽ നമ്മൾ എടുത്ത 4 റീഡിങ്സ് ആണ് ഈ ഒരു സെറ്റ് ഓഫ് റീഡിങ്സ്. അപ്പൊ ഇവരെ തമ്മിലാണ് നമ്മൾ കുറച്ചത്. ഇനി നമ്മൾ ഇൻസ്ട്രുമെന്റിനെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള റീഡിങ്സ് ഇല്ലേ, അപ്പൊ അടുത്തത് എടുക്കുമ്പോൾ നമ്മൾ ഇവരെ തമ്മിൽ വേണം കുറയ്ക്കാൻ കേട്ടോ. ഈ 2 റീഡിങ്സ് തമ്മിൽ വേണം കുറയ്ക്കാൻ. ഇവരെ തമ്മിൽ കുറച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടുത്തെ ഡിഫറൻസ് കിട്ടുള്ളൂ. അപ്പൊ അത് സ്റ്റേഷൻ 5 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റേഷൻ 5 ആയിട്ടാണ് എടുക്കുന്നത്. സ്റ്റേഷൻ 5ലുള്ള 2 റീഡിങ്സ് 1.367 മൈനസ് 2.328. 1.367 നമ്മൾ 2.328 കുറയ്ക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.961 എന്നുള്ള ആൻസർ ആണ് കേട്ടോ. നെഗറ്റീവ് ആണ്, നെഗറ്റീവ് 0.961. അപ്പൊ എഗെയിൻ നമ്മൾ അത് ഇവിടെ കോളത്തിൽ എഴുതി കൊടുക്കണം. ഇവരെ തമ്മിൽ കുറച്ചു. അപ്പൊ നമുക്ക് കിട്ടിയത് നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് എഗെയിൻ ഫോളിന്റെ കോളത്തിൽ നമ്മൾ എഴുതാൻ പോവാണ് 0.961 എന്നുള്ള കോളത്തിലാണ് നമ്മൾ എഴുതി പോകുന്നത്. ഇനി അടുത്തത് കുറയ്ക്കേണ്ടത് ഇവരെ തമ്മിലാണ്, ഈ 2 റീഡിങ്സ് തമ്മിൽ കേട്ടോ. അപ്പൊ സ്റ്റേഷൻ 6ൻ്റെതാണ് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്റ്റേഷൻ 6ന് 2.328 മൈനസ് 1.234 ആണ് നമ്മൾ കുറയ്ക്കുന്നത്. ഇവിടെ കിട്ടുന്നത് 1.094 എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ ആണ്. ഇത് നെഗറ്റീവ് അല്ല, പ്ലസ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഫോൾന്ന് എഴുതി കൊടുക്കണേ, വിട്ടുപോയി. ഇവിടെ നമുക്ക് കിട്ടുന്നത് റൈസ് വാല്യൂ ആണ്. ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പൊ നമ്മൾ അത് എവിടെ എഴുതണം? റൈസിന്റെ കോളത്തിൽ വേണം നമ്മൾ എഴുതാൻ. അതായത് ഇവരെ തമ്മിൽ കുറച്ചു. റൈസിന്റെ കോളത്തിൽ ഇതുവരെ നമ്മളൊന്നും എഴുതിയില്ല അല്ലെ. ഇവിടെ നമ്മൾ 1.094 എഴുതി കൊടുക്കാം. ഇതാണ് ഇതിന്റെ വാല്യൂ. ഇനി ഇവരെ തമ്മിലാണ് അടുത്തത് കുറയ്ക്കേണ്ടത് 1.234. അപ്പൊ അത് ഞാനിവിടെ എഴുതുന്നുണ്ട്. സ്റ്റേഷൻ 7ലുള്ളതാണ് 1.234 മൈനസ് 1.657. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.423 ആണ്. അതും നെഗറ്റീവ് വാല്യൂ ആണ് കേട്ടോ. ഇത് നമ്മൾ എവിടെ എഴുതണം? ഫോളിന്റെ കോളത്തിലാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ മൈനസ് ആണ് കിട്ടിയെന്നുള്ളതുകൊണ്ട് എഗെയിൻ ഇവിടെ എഴുതി കൊടുക്കാണ് 0.423. അതാണ് നമ്മളെ ആൻസർ, 0.423. അപ്പം ഇത്രയും റീഡിങ്സ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇതായിരുന്നു അടുത്തൊരു സ്റ്റെപ്പ്. നമ്മളത് റൈസ് ആണോ ഫോൾ ആണോ എന്നുള്ള കാര്യം കണ്ടെത്തുക. അടുത്തടുത്തുള്ള റീഡിങ്സ് തമ്മിൽ കുറയ്ക്കുക. കിട്ടുന്ന നെഗറ്റീവ് ആണെങ്കിൽ ഫോളിന്റെ കോളത്തിൽ എഴുതുക, പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ റൈസിന്റെ കോളത്തിൽ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അതിലും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പോർഷൻ എത്തുമ്പോൾ മാത്രമാണ്. ഇത്രയും ഒരു സെറ്റ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇവരെ തമ്മിലൊന്നും കുറച്ച് കൺഫ്യൂഷൻ ആക്കിയത്. അടുത്തത് ഈ സെറ്റ് ആണ്. എവിടെയാണോ ആ ചേഞ്ച് വന്നത് അവിടെ തൊട്ട് നമ്മളതൊരു വേറെ സെറ്റ് ആയിട്ട് വേണം കുറയ്ക്കാൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് RLകൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നെക്സ്റ്റ് ഒരു പേജിൽ സോൾവ് ചെയ്ത് ഞാൻ കാണിക്കാം. അപ്പൊ നോക്കിക്കോ. അപ്പം RL ഓഫ് ബെഞ്ച് മാർക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 100 എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് RL ഓഫ് 2, RL ഓഫ് 3, RL ഓഫ് 4 ഇങ്ങനെ എല്ലാ പോയിന്റുകളുടെയും RLകളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എഴുതാം. ഫസ്റ്റ് RL ഓഫ് സ്റ്റേഷൻ 2. സ്റ്റേഷൻ 2ന്റെ RL ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവിടെ ബെഞ്ച് മാർക്കിന്റെ RL നമുക്ക് തന്നിട്ടുണ്ട് 100 ആണെന്നുള്ളത്. ഈ 100ന്ന് ഫോൾ ആണെങ്കിൽ അത് കുറയ്ക്കാം, അല്ല റൈസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ഈ 100ലോട്ട് അത് കൂട്ടിക്കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? ഫോൾ ആണെങ്കിൽ നമ്മൾ 100ന്ന് ഈ വാല്യൂ കുറച്ചിട്ട് ഇവിടെ എഴുതും. ഇനി റൈസ് ആണെങ്കിൽ ഇതിനോട് ആ വാല്യൂ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. ഇപ്പൊ ഇവിടെ ആരെ തന്നിട്ടുള്ളത്? ഫോൾ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് 100ന്ന് ഇത് കുറയ്ക്കാം. അതാണ്. അപ്പം 100.000 മൈനസ് 0.541. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 99.459. ഇതാണ് അപ്പം ആ പോയിന്റിന്റെ RL കേട്ടോ. നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? 99.459 കണ്ടോ, അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് പോയിന്റിന്റെ RL 99.459 എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പോയിന്റിന്റെ തേർഡ് പോയിന്റിന്റെ RL നമ്മൾ കണ്ടെത്തുന്ന സമയത്ത് വീണ്ടും നമ്മൾ 100ലോട്ട് പോകരുത്. തൊട്ട് മുമ്പ് കിട്ടിയ റീഡിംഗ് ഇല്ലേ, ആ റീഡിങ്ങുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. അപ്പം ഈ റീഡിംഗിൽ നിന്ന് നെക്സ്റ്റ് വീണ്ടും ഫോൾ ആണ്. അതുകൊണ്ട് ഫോള് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ എഴുതാൻ. ഇവിടെയും സെയിം കേസ് നോക്കണം. റൈസിലാണ് ആ വാല്യൂ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഫോളിലായതുകൊണ്ട് നമ്മൾ ഇതിന്ന് അത് മൈനസ് ചെയ്തിട്ട് ഇവിടെ എഴുതി കൊടുക്കുകയാണ്. അപ്പൊ അതും കൂടെ എഴുതാം. അടുത്തത് RL ഓഫ് സ്റ്റേഷൻ
RL ഓഫ് സ്റ്റേഷൻ 3 ആണ്. അപ്പം തൊട്ട് മുമ്പ് കിട്ടിയ റീഡിംഗ് ഇതാണല്ലോ, 99.459 മൈനസ് ഇവിടെ നമുക്കുള്ളത് ആരാണ്, ഫോൾ ആണ്. അതുകൊണ്ട് -1.212 എന്നുള്ള റീഡിംഗ് നമുക്ക് മൈനസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 98.247 എന്നുള്ളതാണ് കേട്ടോ. 98.247 അത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. 98.247 കണ്ടോ. അപ്പൊ രണ്ടാമത്തെ പോയിന്റിന്റെ RL നമുക്ക് കിട്ടി. മൂന്നാമത്തെ സ്റ്റേഷൻ RL നമ്മൾ കണ്ടെത്തി. ഇനി അടുത്തത് ഫോർത്ത് സ്റ്റേഷന്റെ RL ആണ്. അപ്പൊ അത് അതുപോലെ തന്നെ എഴുതാം, RL ഓഫ് സ്റ്റേഷൻ 4. എഗെയിൻ നമ്മൾ നോക്കേണ്ടത് തൊട്ട് മുമ്പ് കിട്ടിയ റീഡിംഗ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ 98.247 മൈനസ്, എഗെയിൻ മൈനസ് ചെയ്യാണ് വേണ്ടത്. കാരണം എന്താ, ഇവിടെ അടുത്ത റീഡിംഗ് ഫോളിലാണ് കിടക്കുന്നത്. അപ്പം 0.897 ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 97.350 എന്നുള്ളതാണ്. 97.350 ഇതാണ് ആ പോയിന്റിന്റെ സ്റ്റേഷന്റെ RL. അത് ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. 97.350 കേട്ടോ, അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അടുത്ത സ്റ്റേഷന്റെ RL. എഗെയിൻ അടുത്ത നമ്മള് ഫിഫ്ത്ത് സ്റ്റേഷന്റെ കാണുമ്പോൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഇയാളെ കുറച്ചിട്ട് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുകയാണ് വെച്ചാൽ ഇത് ഫോളിൽ തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എഴുതുന്നുണ്ട് RL ഓഫ് സ്റ്റേഷൻ 5. RL ഓഫ് സ്റ്റേഷൻ 5 ഈക്വൽ ടു 97.350 തൊട്ട് മുമ്പ് കിട്ടിയ റീഡിങ് മൈനസ് അവിടെ എത്ര വന്നിരിക്കുന്നത്, ഇതാണ് അല്ലെ, 0.961 എന്നുള്ള റീഡിംഗ് ആണ്. 0.961 ഇത് തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 96.389 എന്നുള്ള ഒരു വാല്യൂ കിട്ടും. 96.389 കേട്ടോ. അപ്പൊ ആ സ്റ്റേഷന് ഫിഫ്ത്ത് സ്റ്റേഷന്റെ RL നമുക്ക് കിട്ടി. അത് ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. 96.389 ഇതാണ് അവിടുത്തെ RL. ഇനിയാണ് ഇപ്പൊ ഇത്രയും നേരം എല്ലാം ഫോളിലായതുകൊണ്ട് നമുക്ക് എല്ലാം കുറച്ചാണ് എഴുതിയത്. ഇപ്പൊ നമുക്കൊരു റൈസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ തൊട്ട് മുമ്പ് കിട്ടിയ ഈ RLനോട് എന്ത് ചെയ്യണം, ഇവിടെ റൈസ് ആണുള്ളത്. അപ്പൊ ഇത് ആഡ് ചെയ്തിട്ട് വേണം, പ്ലസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്, ഇവിടെ എഴുതി കൊടുക്കാൻ കേട്ടോ. അപ്പൊ RL ഓഫ് സ്റ്റേഷൻ 6 RL ഓഫ് സ്റ്റേഷൻ 6 ഈക്വൽ ടു 96.389 പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം 1.094 അതായിരുന്നു അവിടുത്തെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 97.483 എന്നുള്ള ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റും ഇതുപോലെ തന്നെ RL ഓഫ് സ്റ്റേഷൻ 7 ഈ കിട്ടിയ 97.483 നിന്ന് വീണ്ടും ഇവിടെ എന്താ വന്നിട്ടുള്ളത്, കിട്ടിയിട്ടുള്ളത് നമുക്കൊരു ഫോൾ ആണ് അടുത്ത ലാസ്റ്റ് പോയിന്റിൽ. അപ്പൊ ഫോൾ ആകുമ്പോൾ നമ്മളിത് കുറയ്ക്കണം. -0.423 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 97.060 എന്നുള്ളതാണ്. 97. ഇത് നമ്മൾ എഴുതി കൊടുക്കാൻ വിട്ടുപോയി അല്ലേ. ഇവിടെ 97.483 ആയിരുന്നു. ഇപ്പൊ ലാസ്റ്റ് നമുക്ക് കിട്ടിയത് 97.060. അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമുക്ക് എന്ത് കിട്ടി, എല്ലാ സ്റ്റേഷന്റെയും RL കിട്ടി. ഇതിലെ എല്ലാ സ്റ്റെപ്പുകളും ഓർത്ത് വെക്കണേ. കുറച്ചധികം കാൽക്കുലേഷൻസ് ഇതിലുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്താൽ മാത്രമേ അവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടും. നിങ്ങൾ ഈ ടേബിൾ വരച്ച റീഡിങ്സ് കാൽക്കുലേറ്ററിൽ കൂട്ടി നോക്കി ഇതിൽ എഴുതി വെച്ചു വെച്ചാൽ അവർക്ക് ഒരിക്കലും ഫുൾ മാർക്ക് തരില്ല. ഈ കാൽക്കുലേഷൻസ് എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ മാത്രമുള്ളൂ അവർ നിങ്ങൾക്ക് ഫുൾ മാർക്കും അതിന് തരുള്ളൂ കേട്ടോ. അപ്പൊ ഇതിനൊക്കെ എന്തായാലും നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം. കാരണം ഇത് ഡ്രോയിങ് ഒന്നും അല്ലല്ലോ, കാൽക്കുലേഷൻസ് ആണ്. അപ്പൊ എന്തായാലും 100 മാർക്കിനാണ് വരുന്നെങ്കിൽ 100 മാർക്കും തന്നെ നമ്മൾ വാങ്ങിക്കുന്ന രീതിക്ക് ഇത് ചെയ്യണം കേട്ടോ. ഡ്രോയിങ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരൊരിക്കലും ഡ്രോയിങ്ങിൽ നമുക്കൊരു കംപ്ലീറ്റ് ഫുൾ മാർക്ക് ഒന്നും തരില്ല. പക്ഷെ ഇത്തരത്തിലുള്ള പ്രോബ്ലം ഒക്കെ വന്നാലേ നമുക്ക് മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾ കാണണം. അപ്പൊ ഇതിവിടെ കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇനി നമ്മളിത് എന്ത് ചെയ്യണം, ഇതിൽ ചെക്ക് ചെയ്യണം. അരിത്തമെറ്റിക് ചെക്കും കൂടെ ചെയ്താലേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. നമുക്ക് അരിത്തമെറ്റിക് ചെക്കും കൂടെ ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് അറിയണ്ടേ. അപ്പൊ ഹെഡിങ് കൊടുക്കുക, അരിത്മെറ്റിക് ചെക്ക് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. സിഗ്മ ബാക്ക് സൈറ്റ് മൈനസ് സിഗ്മ ഫോർ സൈറ്റ് ഈക്വൽ ടു ലാസ്റ്റ് RL മൈനസ് ഫസ്റ്റ് RL ഈക്വൽ ടു സിഗ്മ
റൈസ് മൈനസ് സിഗ്മ ഫോൾ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാലുള്ളൂ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണെന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ അരിത്തമെറ്റിക് ചെക്കും കൂടി ചെയ്തിട്ട് വേണം നിങ്ങൾ എപ്പോഴും ഈ പ്രോബ്ലം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഓരോന്നോരോന്ന് ചെയ്ത് നോക്കാം. ആദ്യം സിഗ്മ ബാക്ക് സൈഡ് മൈനസ് സിഗ്മ ഫോർ സൈഡ് ആണ്. എന്താണ് ഈ സിഗ്മ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാല്? സിഗ്മ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബാക്ക് സൈഡ് റീഡിങ്ങുകളെല്ലാം തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടും നമുക്ക് ആരെ സിഗ്മ ബാക്ക് സൈഡ്. ഇവിടെ 0.785ഉം 1.367ഉം കൂടെ നമുക്ക് ആഡ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.152 ആണ് കേട്ടോ. ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്ത് എഴുതുന്നുണ്ട്. സിഗ്മ ബാക്ക് സൈഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ രണ്ട് റീഡിങ്സും ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതി കൊടുക്കാം 2.152. ഇനി സിഗ്മ ഫോർ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവര് രണ്ടുപേര് രണ്ട് ഫോർ സൈഡ് റീഡിങ്സ് ആണ് നമുക്കുള്ളത്. അവരെ തമ്മിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാണ്. സിഗ്മ ഫോർ സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ 5.092 ആണ് കേട്ടോ സിഗ്മ ഫോർ സൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഇതിൽ ആവശ്യമുള്ള രണ്ട് ആൾക്കാരാണ്. ഒന്ന് ടോട്ടൽ റൈസ് ആഡ് ചെയ്താൽ എത്രയാണ്, ടോട്ടൽ ഫോൾ ആഡ് ചെയ്താൽ എത്രയാന്നുള്ളത് അതും ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. റൈസ് നമുക്ക് ഒരാളെ ഉള്ളൂ, അപ്പൊ പിന്നെ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ആഡ് ചെയ്താലും 1.094 തന്നെയാണ് കിട്ടുന്നത്. ഇനി ഫോളുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 4.034 എന്നുള്ള ആൻസർ ആണ് കേട്ടോ. ഇതും ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് എഴുതി വെച്ചേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഇങ്ങനെ എഴുതാണ്ട് നിങ്ങൾ ഇപ്പുറത്തെടുത്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ സിഗ്മ ബാക്ക് സൈഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2.152 ആണ്. ഇതെങ്ങനെ കിട്ടിയെന്നൊന്നും ഡൗട്ട് ഇല്ലല്ലോ. രണ്ട് നമ്മളെ ബാക്ക് സൈഡ് റീഡിങ്സ് കൂട്ടി കൊടുക്കണം, അതായത് 0.785 ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം, പ്ലസ് 1.367 ഇത് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 2.152 എന്നുള്ള ആൻസർ വരുന്നത്. ഇനി സിഗ്മ ഫോർ സൈഡും അതുപോലെ തന്നെ റീഡിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്, അത് 5.092 ആണ്. അപ്പൊ ഇവരെ തമ്മിൽ കുറച്ചാല് സിഗ്മ ബാക്ക് സൈഡ് മൈനസ് സിഗ്മ ഫോർ സൈഡ് ഈക്വൽ ടു 2.152 മൈനസ് 5.092. ഇവരെ തമ്മിൽ കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -2.940 ആണ്. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ആൾക്കാർ നമുക്ക് ചെയ്ത് നോക്കാം. സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ ആണ് നമ്മൾ അടുത്ത് ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ ഈക്വൽ ടു സിഗ്മ റൈസ് നമുക്ക് കിട്ടിയല്ലോ നേരത്തെ, റൈസ് 1.094 മൈനസ് 4.034. ഇവർ തമ്മിൽ കുറച്ചാലും നമുക്ക് -2.940 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ലാസ്റ്റ് വൺ, ലാസ്റ്റ് RL മൈനസ് ഫസ്റ്റ് RL. ലാസ്റ്റ് RL എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇതിൽ കിട്ടിയ ലാസ്റ്റ് RL, അതാണ് നമ്മുടെ ലാസ്റ്റ് RL എന്ന് പറയുന്ന ആൾ. അപ്പൊ ഇതാണ് ലാസ്റ്റ് RL 97.060 ആൻഡ് ഫസ്റ്റ് RL നമ്മുടെ ബെഞ്ച് മാർക്കിന്റെ RL ആയിട്ടുള്ള 100 ആണ്. അപ്പൊ അവരെ തമ്മിൽ നമുക്ക് കുറയ്ക്കാം. 97.060 മൈനസ് 100.000. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസറും എഗെയിൻ -2.940 എന്നുള്ളതായിരിക്കും. അപ്പൊ ഓക്കെ, മൂന്നാളും മൈനസ് ഇത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കാൽക്കുലേഷനും കറക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സാധനം എന്താവുക, കംപ്ലീറ്റ് ആവുക കേട്ടോ. ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇനി ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ടും ഞാൻ വരുന്നതായിരിക്കും അടുത്തൊരു സീരീസിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ മറക്കരുത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ, എക്സാം ഒക്കെ ആവാൻ പോവല്ലേ. ഇന്ന് നമ്മളൊരു സെക്കൻഡ് സീരീസ് ആണ് ചെയ്തത്. അല്ലെങ്കിൽ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.